നമസ്കാരം. റിയൽ ന്യൂസ്. ഇൽമുത്തജ്വീദ് അക്കാദമിയുടെ 8ാം വാർഷികം ബാലുശ്ശേരി അറപ്പീടിക മറീന ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. പരിപാടി പ്രശസ്ത പണ്ഡിതൻ അബ്ദുൽ ജലീൽ മൗലവി ഉദ്ഘാടനം ചെയ്തു. ഇൽമുത്തജ്വീദ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ മൈമൂന ടീച്ചർ ബാലുശ്ശേരി അധ്യക്ഷയായി. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകൾ അർത്ഥസഹിതം പാരായണം ചെയ്യുന്നതോടൊപ്പം ജീവിത തിരക്കുകൾക്കിടയിൽ മദ്രസയിൽ അവസാനിച്ച മതപഠനം ഉദ്യോഗസ്ഥകളായ കുടുംബിനികൾക്കും വീട്ടമ്മമാർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലഭിക്കുവാൻ സൗകര്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇൽമുത്തജ്വീദ് അക്കാദമി പ്രവർത്തിച്ചു വരുന്നത്. അക്കാദമിയുടെ 8ാം വാർഷികമാണ് ബാലുശ്ശേരി അറപ്പീടിക മറീന ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. മറിയം ബി കണ്ണൂരിന്റെ ഗിറാത്തോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. പരിപാടി പ്രശസ്ത പണ്ഡിതൻ അബ്ദുൽ ജലീൽ മൗലവി ഉദ്ഘാടനം ചെയ്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു സൂറത്തുൽ അഅറാഫിലൂടെ കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകുൻ ഫീ സദ്രിക ഹറജുൻ മിൻ ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ. പ്രവാചകരെ, അങ്ങേക്ക് ഈ വേദഗ്രന്ഥം നാം എത്തിച്ചു തന്നിട്ടുള്ളത്, നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ലിതുൻദിറ ബിഹി മനുഷ്യരെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നരകത്തെക്കുറിച്ച് അവർക്ക് താക്കീത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സത്യവിശ്വാസികളായ മുഅ്മിനുകളായ ആളുകൾക്ക് ഇതൊരു മഹത്തായ ഉത്ബോധനവുമാണ്. പ്രവാചകരെ, ഇൽമുത്തജ്വീദ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ മൈമൂന ടീച്ചർ ബാലുശ്ശേരി അധ്യക്ഷയായി. ത്തിലേക്ക് നോക്കുമല്ലേ മേഘങ്ങൾ ഇങ്ങനെ നീങ്ങി പോകുന്ന പ്രതീകൾ കാണുന്നില്ലേ, അതുപോലെ എൻ്റെ മനസ്സിന് ഉറപ്പ് ഒരുപാട് ശക്തി തരുന്ന മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. സത്യം. അപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കും തോറും അതിൻ്റെ കണക്കൊന്നും നമ്മൾ വരേണ്ട, മുഴം ചാണ് ഒക്കെ നമ്മുടെ എപ്പോഴും കേൾക്കുന്ന ചെവിക്ക് കേട്ട് പയഞ്ചനിച്ച സംഭവങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നു വരുമ്പോൾ അള്ളാഹു നമ്മിലേക്ക് ഓടി വരും. ഡോക്ടർ അജീബ ക്ലാസ് എടുത്തു. എല്ലാം ഉദ്ദേശിക്കുന്നത് പരലോകത്തേക്കാണെങ്കിലും അത് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യുന്നത് ആരോഗ്യമായിട്ടാണ്. ഫസ്റ്റ് ചെയ്ത് ഇല്ല വേണ്ട, ഒന്നും വേണ്ട, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യണം. 5 വക്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്തിനോട് തുല്യാണെന്നാ പറഞ്ഞത്? 5 പ്രാവശ്യം കുളിക്കുന്നതിന് തുല്യാണെന്നല്ലേ. സീനത്ത് കൊണ്ടോട്ടി, സാബിറ കൊയിലാണ്ടി, അസ്മ കൊയിലാണ്ടി, ഷരീഫ ചീക്കൊന്ന്, ഷമീന, തസ്നി കൊയിലാണ്ടി, നസിയത്ത് ടീച്ചർ എന്നിവർ സംസാരിച്ചു. 300ഓളം പേരാണ് പരിപാടിയിൽ പങ്കാളികളായത്. വിജയികൾക്കുള്ള സമ്മാനദാനവും വിവിധ സൂറത്തുകൾ ഹിഫ്ള് ചെയ്തവർക്കുള്ള സമ്മാനദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു. തുടർന്ന് ഇസ്ലാമിക കലാപരിപാടികളും അരങ്ങേറി. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.